ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2026 മാർച്ച് 15 പുലർച്ചെ മീനരവി സംക്രമമാണ്. സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നു. മീനം രാശിയിൽ ശനി അതുപോലെ ശുക്രനും സ്ഥിതി ചെയ്യുന്ന സമയമാണ്, സഞ്ചരിക്കുന്ന സമയമാണ്. ഇപ്പം സൂര്യനും ശനിയുമായിട്ട് യോഗം വരികയും ശനിക്ക് മൗഢ്യാവസ്ഥ വരികയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ സൂര്യൻ്റെ രാശിമാറ്റവും ശനിയുടെ മൗഢ്യാവസ്ഥയും എന്ത് ഗുണദോഷങ്ങളായിരിക്കും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. 2026 മാർച്ച് 15 മീന രവി സംക്രമം. സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നു. സൂര്യൻ മീനം രാശിയിൽ ഏപ്രിൽ 13 വരെ ഉണ്ടാകും. അപ്പം മീനം രാശിയിൽ ശനിയും ശുക്രനും സ്ഥിതിയുണ്ട്. ഇപ്പോൾ ശനി സൂര്യനടുത്തേക്ക് വരുന്നു. സൂര്യനും ശനിയും തമ്മിൽ ഏകദേശം ഒരു നിശ്ചിത ഡിഗ്രിക്കുള്ളിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 15 ഡിഗ്രിക്കുള്ളിലൊക്കെ ആകുമ്പോഴാണ് ശനി കമ്പസ്റ്റ് ആകുന്നത്. അതായത് ശനിയുടെ നാച്ചുറൽ ക്വാളിറ്റീസിനൊക്കെ ഒരു ശോഷിപ്പുണ്ടാകും. ശനിക്ക് മൗഢ്യം വരുന്ന അവസ്ഥയായിരിക്കും. അതായത് ശനിക്ക് ഒരു അസ്തമയാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സൂര്യൻ മീനൻ രാശിയിലേക്ക് വരിക എന്ന് പറയുമ്പം പ്രത്യേകിച്ച് സൂര്യൻ ആത്മകാരകനാണ്, വൈറ്റാലിറ്റിയുടെയൊക്കെ ഗ്രഹമാണ്, ഇമ്മ്യൂണിറ്റിയുടെയൊക്കെ ഗ്രഹമാണ്, അധികാരത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്, പിതാവിനെ പ്രതിപാദിക്കുന്ന ഗ്രഹമാണ്, സർക്കാർ, അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെയൊക്കെ ഗ്രഹമാണ്, ഈഗോ ഇഷ്യൂസിൻ്റെയൊക്കെ ഗ്രഹമാണ്. അത്തരത്തിലുള്ളൊരു ഗ്രഹമാണ് ഈ മീനം രാശിയിലേക്ക് രാശി മാറുന്നത്. ശനി എന്ന് പറയുമ്പം പൊതുവെ അച്ചടക്കത്തിൻ്റെയും യാഥാർത്ഥ്യബോധത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും അതേസമയം മെല്ലപ്പോക്കിൻ്റെയും അല്പം ബുദ്ധിമുട്ടുകളുടെയൊക്കെ സാധാരണക്കാരായ ആളുകളെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. അപ്പം ശനി സൂര്യനുമായിട്ട് യോഗം ചേരുകയും ശനിക്ക് മൗഢ്യാവസ്ഥ വരികയൊക്കെ ചെയ്യുന്നു. അപ്പം സൂര്യൻ്റെ രാശിമാറ്റവും ശനിയുടെ മൗഢ്യാവസ്ഥയും എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത്? ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശനിയുടെ മൗഢ്യാവസ്ഥയും അതുപോലെ സൂര്യൻ്റെ രാശിമാറ്റവും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയായിരിക്കും ഈ സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള രാശിമാറ്റവും അതുപോലെ മീനം രാശിയിൽ നിൽക്കുന്ന ശനിക്ക് മൗഢ്യാവസ്ഥ വരികയും ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും നോക്കാം. ഇപ്പം ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ എന്ന് പറയുന്നത് 5ാം ഭാവാധിപനാണ്. അതായത് സൂര്യൻ യോഗകാരകനായിട്ടുള്ളൊരു ഗ്രഹമാണ്, ശുഭത്വമുള്ള ഗ്രഹമാണ്. മാർച്ച് 15 ആ സൂര്യൻ ഈ കൂറുകാരുടെ 12ാം ഭാവരാശിയിലേക്കാണ് മാറുന്നത്. ഏപ്രിൽ 13 വരെ ആ സൂര്യൻ 12ാം ഭാവരാശിയിൽ ഉണ്ടാകും. 12ാം ഭാവരാശിയിൽ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. ശനി 12ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. മേടക്കൂറുകാർക്ക് 7.5 ശനിയുടെ സമയവുമാണ്. അപ്പോൾ ശനിയും ശുക്രനും സൂര്യനും ഒരു രാശിയിൽ വരുന്നു. സൂര്യന് ശനിയും സൂര്യനുമായിട്ട് യോഗം, അങ്ങനെ ശനിക്ക് 12ാം ഭാവരാശിയിൽ മൗഢ്യാവസ്ഥ വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഈ സൂര്യൻ 5ാം ഭാവാധിപനാണ്, 12ലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ പഠനത്തിനൊക്കെ വിദേശത്ത് പഠനം ഒക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്ന് പറയാം. അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഗുണാനുഭവം ആ പഠിതാക്കൾക്ക് വിദേശത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതേസമയം ഈ 5ാം ഭാവാധിപൻ 12ൽ വരിക എന്ന് പറയുമ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടിയോ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടിയോ അതുപോലെ ക്രിയേറ്റീവ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടോ ചികിത്സകൾക്കായിട്ടോ അല്ലെങ്കിൽ ദൂരയാത്രകൾക്കായിട്ടോ ആത്മീയ കാര്യങ്ങൾക്കായിട്ടോ പണം ചെലവ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. പൊതുവെ മാനസികമായിട്ട് അല്പം സ്ട്രെസ്സ്, ടെൻഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 5ാം ഭാവാധിപൻ 12ലാണ്. അപ്പോൾ
5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 12-ലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിന് സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ഈ സന്താന ലബ്ധിക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് അവരുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെലവ് ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം മുൻകാല പ്രണയ ചിന്തകൾ ചിലപ്പോൾ പൊന്തി വരുന്നതിനൊക്കെ സാധ്യതയുള്ള സമയവും കൂടിയാണ്. അതുപോലെ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ ഉള്ളവരുമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശുക്രനും സൂര്യനും ശനിയും ഒരേ രാശിയിലെ ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളത് കൊണ്ട് മാരിറ്റൽ റിലേഷൻഷിപ്പിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ ദമ്പതിമാർക്കിടയിൽ ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ചില ദമ്പതിമാർക്ക് ചിലപ്പോൾ ദൂരയാത്രകൾ, വിദേശയാത്രകൾ, ചിലപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം ചിലർക്ക് ഈ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് കർമ്മഭാവാധിപനായിട്ടുള്ള ശനിയാണ് 12-ൽ നിൽക്കുന്നത്. ആ ശനിക്ക് സൂര്യനുമായിട്ടൊക്കെ യോഗം വരികയും ശനിക്കൊരു മൗഢ്യാവസ്ഥയൊക്കെ വരുന്ന സമയമായതുകൊണ്ട് ചിലർക്ക് വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലിൽ അല്പം ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ തൊഴിൽ മാറുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഇവരുടെ ഭാഗത്ത് ഉണ്ടാകും. തൊഴിലിടത്ത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്, അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ രവിയും ശനിയൊക്കെ യോഗം വരികയും അത് പ്രത്യേകിച്ച് 12-ലാണ് ആ യോഗം വരുന്നു എന്നുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് രണ്ടും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ തൊഴിലിടത്ത് ചിലപ്പോൾ മേലധികാരികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അധികാര തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. പൊതുവേ 7.5 ശനി സമയവും കൂടിയാണ്. അപ്പോൾ 7.5 ശനി സമയമായതുകൊണ്ട് ആ ശനിയുടെ മൗഢ്യാവസ്ഥ എന്ന് പറയുന്നത് അല്പ റിലീഫ് പ്രത്യേകിച്ച് 7.5 ശനി അനുഭവിക്കുന്നവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം. അല്പ ആശ്വാസം ആ ശനിയുടെ മൗഢ്യാവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ എങ്കിലും ശനി 10-ാം ഭാവാധിപനാണ് എന്നുള്ളത് കൊണ്ട് കരിയർ തലത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂറുകാർ ശ്രദ്ധിക്കണം. അതുപോലെ പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് ചെറിയ ഒരു കാലതാമസം ചിലപ്പോൾ നേരിട്ടു എന്ന് വരാം. പ്രത്യേകിച്ച് ശനി മൗഢ്യാവസ്ഥയും കൂടെ വരുന്ന സമയമാണ്. ശനി 11-ാം ഭാവാധിപനും കൂടിയാണെന്ന് മനസ്സിലാക്കുക. കർമ്മഭാവാധിപനുമാണ് ശനി, 11-ാം ഭാവാധിപനുമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് അല്പം മൗഢ്യാവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ 11-ാം ഭാവാധിപൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ധനവരവിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലക്ച്വേഷൻസ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ അല്ലെങ്കിൽ ധനം കൈവശം വന്നു ചേരുന്നതിന് അല്പ കാലതാമസമൊക്കെ ചിലപ്പോൾ നേരിട്ടു എന്ന് വരാം. അച്ചടക്കം, ഉത്തരവാദിത്ത ബോധമൊക്കെ കുറയുന്നത് പ്രത്യേകിച്ച് ഈ പൊതുജനങ്ങൾക്കിടയിൽ അവരുടെ സപ്പോർട്ടൊക്കെ കുറയാൻ ഇടയാക്കും എന്ന് മനസ്സിലാക്കി നമുക്ക് അച്ചടക്കത്തോടും നീതിബോധത്തോടുമുള്ള ഒരു സമീപനം ഈ കുറുകാർക്ക് ഈ സമയത്ത് ഉണ്ടാകണം. മേലധികാരിയുമായിട്ടുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങൾ അത് കഴിവതും വഷളാകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ രവി, ശനി, അതുപോലെ ശുക്രൻ, ഈ ഗ്രഹങ്ങളൊക്കെ പ്രത്യേകിച്ച് 6-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ഈ ശത്രുക്കളുടെയൊക്കെ ഉപദ്രവമൊക്കെ നമുക്ക് കുറയ്ക്കാനാകും 6-ലൊക്കെ ആ ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ. അതുപോലെ നമുക്ക് വ്യവഹാരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കേസുകളോ തൊഴിൽ സംബന്ധമായ കേസുകളായിട്ട് അത്തരത്തിലുള്ളൊരു കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും. സബോർഡിനേറ്റ് ആയിട്ടുള്ള വർക്കേഴ്സുമായിട്ട് പ്രത്യേകിച്ച് ഒരു രമ്യത, അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ തർക്കങ്ങളൊക്കെ ചിലപ്പോൾ പരിഹരിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ വിജയം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതേസമയം ചിലരെ സംബന്ധിച്ചിടത്തോളം ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ്. അതുപോലെ പ്രത്യേകിച്ച് ആത്മീയ ഗുരുക്കളുമായിട്ട്, പിതാവുമായിട്ട് അല്ലെങ്കിൽ മെൻറ്റേഴ്സുമായിട്ടൊക്കെ നമ്മൾ ഇൻ്ററാക്റ്റൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ അഗ്രസീവായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിവതും അച്ചടക്കം, നീതിബോധം, അതുപോലെ ഹാർഡ് വർക്ക്, അതുപോലെ ഈശ്വര ചിന്ത ഒക്കെ
കൂട്ടേണ്ടുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. ഗുരുവൊക്കെ ആ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ഈ കുറുകാർക്ക് ഈശ്വര കടാക്ഷം ഉണ്ടാകുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇടവ കുറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നതും മീനൻ രാശിയിൽ സൂര്യനും ശനിയുമായിട്ട് യോഗം വരികയും ശനിക്ക് മൗഢ്യാവസ്ഥ വരികയും ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാകും എന്ന് നോക്കാം. ഇടവക്കുറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി, അതുപോലെ മകൈര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ഇടവക്കുറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും സൂര്യൻ 4ാം ഭാവാധിപനാണ്, കേന്ദ്ര ഭാവാധിപനാണ്. ഇപ്പോൾ സൂര്യന് ഒരു ശുഭത്വം ഉണ്ടെന്ന് തന്നെ പറയാം. മാർച്ച് 15 ആ സൂര്യൻ 11ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 13 വരെ ആ സൂര്യൻ 11ാം ഭാവരാശിയിൽ ഉണ്ടാകും. 11ാം ഭാവരാശിയിൽ ശനി സഞ്ചരിക്കുന്നു, ശുക്രനും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശനിയും സൂര്യനുമായിട്ടുള്ള യോഗം 11ൽ വരുന്നു. ആ 11ൽ നിൽക്കുന്ന ശനിക്ക് മൗഢ്യാവസ്ഥ വരികയും കൂടെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ 11ലാണ് ഈ സൂര്യൻ്റെയൊക്കെ രാശി മാറ്റം. 4ാം ഭാവാധിപൻ 11ലേക്കൊക്കെ രാശി മാറുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ കുടുംബത്തിൽ നിന്നാകാം, ചിലപ്പോൾ മാതാവ് വഴിയാകാം, ചിലപ്പോൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ കൊണ്ടുള്ള നേട്ടമാകാം. അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ വീട്, വാഹനം, വസ്തു ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് അവരുടെ ആഗ്രഹങ്ങൾ ഈ സമയത്ത് സാധിക്കാവുന്നതും കൂടിയാണെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇച്ഛാപൂർത്തി സ്ഥാനത്തേക്കാണ് ആ 4ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ രാശി മാറുന്നത്. ശുക്രൻ അവിടെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 11ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. പൊതുവെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാവുന്ന സമയം എന്ന് തന്നെ പറയാം. ഫ്രണ്ട്ഷിപ്പ് വഴിയോ സാമൂഹ്യ ബന്ധം വഴിയോ ഒക്കെ തന്നെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്നതായിട്ടും കൂടെ കാണുന്നുണ്ട്. അതേസമയം ഈ ഫ്രണ്ട്സും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ സർക്കിളിലൊക്കെ തന്നെ ചിലപ്പോൾ അവർക്കിടയിൽ നമുക്ക് ഒരു നേതൃതലത്തിലേക്ക് ഉയർന്നു വരുന്നതിനുള്ള ഒരു സാധ്യതയും കൂടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേതൃതലത്തിലേക്ക് ഉയരാനുള്ള ഒരു സാധ്യതയും കൂടെ കാണുന്നുണ്ട്. ജോയിൻ്റ് സംരംഭങ്ങൾ, അതുപോലെ ജോയിൻ്റ് അസറ്റ്സ് ഇവ വഴിയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും കുടുംബ സുഖമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. ജന്മലഗ്ന രാശ്യാധിപനായ ശുക്രൻ 11ലാണ്. പ്രത്യേകിച്ച് സൗഹൃദ ബന്ധം, ആ സുഹൃത്ത് ബന്ധമൊക്കെ ചിലപ്പോൾ ഒരു പ്രണയ ബന്ധത്തിലേക്കൊക്കെ ചിലപ്പോൾ ഉയരുന്നതിനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. മാത്രമല്ല ഉന്നത കേന്ദ്രങ്ങളിലൊക്കെ ഒരു സ്വാധീന ശക്തി ഈ കുറുകാർക്ക് ഉണ്ടാകുന്ന സമയവും കൂടെയാണ്. അപ്പോൾ പൊതുവെ പൊതുജനങ്ങൾക്കിടയിലൊക്കെ ഒരു സ്റ്റാറ്റസ്, അവർക്കിടയിൽ ഒരു റെസ്പെക്റ്റ് ഒക്കെ കിട്ടാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. പൊതുവെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ പഴയ സൗഹൃദങ്ങളൊക്കെ പുതുക്കുന്നതിനുള്ളൊരു അവസരമൊക്കെ ഈ സമയത്തുണ്ടാകും. അപ്പം ഭൗതികമായിട്ട് ആഗ്രഹങ്ങൾ സാധിക്കാവുന്ന സമയമാണ്. അപ്പം ഈ 4ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഭാവത്തിൻ്റെ 8ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് മാതാവിന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടായെന്ന് വരാം, അവിടെ ശ്രദ്ധിക്കണം. മാത്രമല്ല ഈ സൂര്യനും ശനിയും ഒക്കെ യോഗം 11ലാണ് വരുന്നത്. ശനിക്ക് മൗഢ്യാവസ്ഥയോടെ വരുന്നുണ്ട്. ശനിയെ സംബന്ധിച്ചിടത്തോളം ഈ കൂറുകാർക്ക് 9ഉം 10ഉം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ഈ ശനിയും സൂര്യനും ഒക്കെ ശത്രുഗ്രഹങ്ങളുമാണ്. അതിനാൽ ഈ തൊഴിലിടത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ, ഭിന്ന അഭിപ്രായങ്ങൾ ഒക്കെ ഉണ്ടാകാം എന്നുള്ളതിനാൽ ഒരു കരുതൽ വേണം, അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. പ്രൊഫഷണൽ തലത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഉത്തരവാദിത്വ ബോധമൊക്കെ കൂടുന്ന സമയമാണ്. ശനിക്ക് മൗഢ്യാവസ്ഥ വരുന്നത് കൊണ്ട് തൊഴിലിടത്ത് പ്രത്യേകിച്ച് നമ്മുടെ കരിയർ അഡ്വാൻസ്മെൻറ്റിലൊക്കെ ഒരു ചെറിയ കാലതാമസമൊക്കെ ചിലപ്പോൾ നേരിട്ടു എന്ന് വരാം ചിലർക്ക്. അവിടെ നമ്മൾ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ നേട്ടം കിട്ടാവുന്ന എന്തെങ്കിലുമൊക്കെ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്ക്
അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെല്ലപ്പോക്ക് ചിലപ്പോൾ ഈ ശനിയുടെ മൗട്യാവസ്ഥ കൊണ്ട് ഉണ്ടായെന്നും കൂടെ വരാം. അതുപോലെ തന്നെ തൊഴിലിടത്ത് മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഈ ശനിയും സൂര്യനും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ കഴിവതും നമുക്ക് ഫ്രണ്ട്സ്, അതുപോലെ മുതിർന്നവർ, അതുപോലെ മേലുദ്യോഗസ്ഥർ, അവരുമായിട്ട് ജ്യേഷ്ഠ സഹോദരന്മാർ, അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു സംയമനമൊക്കെ ആവശ്യമാണ്. വിനയം അവരുടെ മുമ്പിൽ ഉണ്ടാകേണ്ടുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. കഴിവതും അവരുമായിട്ടുള്ള ശത്രുതയൊക്കെ ഒഴിവാക്കി പോകേണ്ടുന്ന സമയമാണ്. ശനി ഭാഗ്യഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ആ ഭാഗ്യഭാവാധിപനായ ശനി ഏകദേശം ഒരു മൗട്യാവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 11 വരെ ആ മൗട്യാവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൗട്യാവസ്ഥയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് പിതാവ്, അതുപോലെ സീനിയർ അധ്യാപകർ, അതുപോലെ മുതിർന്നവർ, ഇവരുമായിട്ടൊക്കെ ചിലപ്പോൾ അല്പാകലം പാലിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഭാഗ്യ തടസ്സങ്ങളും ഈ സമയത്ത് ഉണ്ടായി എന്നും കൂടെ വരാം. അതുപോലെ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്കും പഠനത്തിലൊക്കെ ചിലപ്പോൾ ഒരു ആലസ്യമൊക്കെ വരാം. പ്രത്യേകിച്ച് 9ാം ഭാവാധിപനായ ശനി മൗട്യാവസ്ഥയിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം. അതുപോലെ ശനി സൂര്യൻ ഒക്കെ തന്നെ 5ൽ ദൃഷ്ടി ചെയ്യുന്നു. അത് നമ്മൾ പഠനത്തിലും ആത്മീയ കാര്യത്തിലൊക്കെ ഫോക്കസ് കൂട്ടേണ്ടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ പ്രണയബന്ധത്തിൽ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാനും ഈ കുറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നതും മീനം രാശിയിൽ സൂര്യനും ശനിയുമായിട്ടുള്ള യോഗം വരികയും ശനിക്ക് മൗട്യാവസ്ഥ വരികയും ചെയ്യുന്നത് എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും നോക്കാം. ഇപ്പം മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, അതുപോലെ പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും 3ാം ഭാവാധിപനാണ് സൂര്യൻ. ആ സൂര്യൻ മാർച്ച് 15-ന് 10ലേക്കാണ് രാശി മാറുന്നത്, കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 13 വരെ ആ സൂര്യൻ 10ാം ഭാവരാശിയിൽ ഉണ്ടാകും. 10ൽ ശനി സ്ഥിതി ചെയ്യുന്നുണ്ട്, കർമ്മകാരകനാണ്. അതുപോലെ ശുക്രനും 10ൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ 10ൽ സൂര്യൻ വരിക എന്ന് പറയുന്നത് നല്ലതാണ്. സൂര്യന് ദിഗ്ബലം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ തൊഴിലിലൊക്കെ നമുക്ക് ഉയർച്ച, പ്രമോഷൻ, ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, ടീച്ചിങ്, അതുപോലെ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, മാർക്കറ്റിങ്, ആർട്സ്, അതുപോലെ ഈ മോട്ടിവേഷൻ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ഈ പബ്ലിക് റിലേഷൻ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ ഈ സൂര്യൻ്റെ ഈ 10ാം ഭാവരാശിയിലേക്കുള്ള രാശി മാറ്റം എന്ന് പറയുന്നത് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്രകൾ വേണ്ടി വരുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലിടത്ത് അല്പം ഉത്തരവാദിത്വമൊക്കെ ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. അത് റെപ്യൂട്ടേഷനൊക്കെ വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഹാർഡ് വർക്കിലൂടെ നേതൃതലത്തിലേക്ക് ഉയർന്നു വരാനുള്ളൊരു സാധ്യതയും ഈ കൂറിലെ ചിലർക്ക് കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലായാലും അവയിലൊക്കെ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂടുന്ന സമയമാണ്. അതുപോലെ സഹോദരനൊക്കെ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ശനി സൂര്യനും യോഗം 10ൽ വരികയാണ്. ഇപ്പോൾ ശനി എന്ന് പറയുന്നത് 8ാം ഭാവാധിപനുമാണ്, അതുപോലെ 9ാം ഭാവാധിപനുമാണ്. അപ്പോൾ ശനി സൂര്യനുമായിട്ട് യോഗം വരികയും അതുപോലെ ശനിക്ക് മൗട്യാവസ്ഥ വരികയും ചെയ്യുന്നു. അപ്പോൾ തൊഴിലിടത്ത് നമ്മൾ കഴിവതും ഈ കമ്മ്യൂണിക്കേഷനിൽ, പ്രത്യേകിച്ച് ശനി സൂര്യനൊക്കെ ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ തലത്തിൽ ഒരു ശ്രദ്ധ വേണം തൊഴിലിടത്ത്. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലും വളരെ ശ്രദ്ധിക്കണം, തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. മാത്രമല്ല തൊഴിലിടത്ത് നമ്മൾ ഫയലുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറിപ്പ് എഴുതുമ്പോഴൊക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഒരു മെസ്സേജൊക്കെ ആർക്കെങ്കിലും പാസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമുക്കൊരു ജാഗ്രത വേണം. അതുപോലെ നമ്മൾ എന്തെങ്കിലും രേഖകൾ, നമ്മളെന്തെങ്കിലും പ്രമാണങ്ങൾ, നമ്മളെന്തെങ്കിലും റെക്കോർഡുകളൊക്കെ എഴുതി തയ്യാറാക്കുമ്പോഴും വളരെ കെയർ വേണം, എറർ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ എന്തെങ്കിലും കരാറുകളിലൊക്കെ ഏർപ്പെടുമ്പോഴും അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. പ്രധാന രേഖകളിലൊക്കെ ഒപ്പിടുമ്പോൾ ആ രേഖകളുടെ നിജസ്ഥിതി വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ ആ രേഖകളിലൊക്കെ ഒപ്പിടേണ്ടത് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 3ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നത്.
അപ്പം വർക്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഹാർഡ് വർക്കിലൂടെ അല്പം ബുദ്ധിമുട്ടിലൂടെ ആയാലും നമുക്ക് തൊഴിലിൽ ഉയർന്ന തലത്തിലേക്ക് എത്താൻ കഴിയും. അതായത് അല്പം ഹാർഡ് വർക്കിലൂടെ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചായിരിക്കും നമുക്ക് ആ ഉയർന്ന തലത്തിൽ നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിച്ച് റിവാർഡായിരിക്കും ഈ 1-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 10-ാം ഭാവരാശിയിൽ വരിക വഴി ഉണ്ടാകുന്നത്. ശനി അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ആ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനിക്ക് സൂര്യനുമായിട്ട് യോഗം വരുന്നുണ്ട്. ഇപ്പം ശനിക്ക് മൗഢ്യാവസ്ഥ ഉള്ള സമയമായതുകൊണ്ട് തൊഴിലിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരാം. തൊഴിലിടത്ത് ചിലപ്പോൾ ഹിഡനായിട്ടുള്ള ശത്രുക്കളുടെ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഹിഡനായിട്ടുള്ള ശത്രുക്കളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പരാജയപ്പെടും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തൊഴിലിടത്ത് തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവയൊക്കെ നമുക്ക് ക്രമേണ മാറും. ശനി മൗഢ്യാവസ്ഥയിലാണ്, അതുകൊണ്ട് അത് മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദൂരയാത്രകൾക്കുള്ള പ്ലാനിലൊക്കെ ചിലപ്പോൾ അല്പം മാറ്റം വരുത്തും. കാരണം 9-ാം ഭാവാധിപനായ ശനിക്ക് മൗഢ്യാവസ്ഥ വരികയാണ്. ഇപ്പം ശനി മൗഢ്യാവസ്ഥയിലായതുകൊണ്ട് വർക്കിലൊക്കെ കോൺസെൻട്രേഷൻ കുറയാതെ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ആലസ്യങ്ങൾ അല്ലെങ്കിൽ അതിലൊരു മെല്ലപ്പോക്ക് അല്ലെങ്കിൽ കാര്യതടസ്സങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അവിടെയും നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. ആത്മീയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കുറയാതെ നോക്കണം. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ സീക്രട്ടായിട്ടുള്ള അഫയേഴ്സ് എന്തെങ്കിലും രഹസ്യ ബന്ധങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മളൊരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ അവ ചിലപ്പോൾ പ്രത്യേകിച്ച് സൂര്യനൊക്കെ അവിടെ വരുമ്പോൾ പ്രകാശമൊക്കെ അവിടെ പടരുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് വെളിച്ചത്ത് വരാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അല്പം കെയർ വേണ്ടുന്ന സമയമാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും ക്ഷമ, അച്ചടക്കം ഒക്കെ ഉണ്ടാകേണ്ടുന്ന സമയമാണ്. ആ സൂര്യനും ശനിയും ശുക്രനും ഒക്കെ തന്നെ 4 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൽ പ്രത്യേകിച്ച് ആ സൂര്യൻ്റെയും ശനിയുടെയൊക്കെ ശത്രുഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ ശുക്രൻ്റെ ദൃഷ്ടി വരുന്നുവെങ്കിലും ശുക്രൻ്റെ ദൃഷ്ടി നീച ദൃഷ്ടിയാണ്. അപ്പോൾ ശുക്രൻ്റെയും അതുപോലെ തന്നെ സൂര്യൻ്റെയും ശനിയുടെയൊക്കെ 4 ദൃഷ്ടി എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ അല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കാം. അംഗങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് ചിലപ്പോൾ കുടുംബ സുഖത്തിനൊക്കെ സുഖക്കുറവിന് അത് വഴിതെളിച്ചു എന്ന് വരാം. അതുകൊണ്ട് കുടുംബപരമായ കാര്യങ്ങളിൽ അല്പം ക്ഷമ, അച്ചടക്കം, ജാഗ്രതയൊക്കെ വേണ്ടുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നതും മീനം രാശിയിൽ സൂര്യനും ശനിയുമായിട്ട് യോഗം വരികയും ആ ശനിക്ക് മൗഢ്യാവസ്ഥ വരികയും ചെയ്യുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കർക്കിടകക്കുറുകാരെന്ന് പറയുമ്പം പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. അപ്പോൾ ഈ കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ 2-ാം ഭാവാധിപനാണ്, ധനഭാവാധിപനാണ്. ആ സൂര്യൻ മാർച്ച് 15-ന് അവരുടെ 9-ാം ഭാവരാശിയിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 13 വരെ ആ സൂര്യൻ ആ 9-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 9-ാം ഭാവരാശിയിൽ ശനി സഞ്ചരിക്കുന്നു. ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. ശനിയും സൂര്യനുമായിട്ട് യോഗം വരുന്നു. ശനിക്ക് ആ 9-ാം ഭാവരാശിയിൽ മൗഢ്യാവസ്ഥയൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് 2-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ ധനപരമായിട്ട് ചില ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനഭാഗ്യത്തിന് സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ പറയാം. കുടുംബത്തിലെ പിതാവ് വഴിയോ അല്ലെങ്കിൽ വിദേശ ബന്ധം വഴിയോ അല്ലെങ്കിൽ നമ്മുടെ സ്പീച്ച് വഴിയോ നമ്മുടെ അറിവ് വഴിയോ അല്ലെങ്കിൽ ഈ ദൂരയാത്രകൾ വഴിയോ കുടുംബ ബിസിനസ് വഴിയോ ധന നേട്ടം ഉണ്ടാകാവുന്ന, ധനഭാഗ്യം ഉണ്ടാകാവുന്ന സമയമാണ്. അതേസമയം 2-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലായതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. എങ്കിലും നമ്മൾ മണി ട്രാൻസാക്ഷനിൽ കെയർ വേണ്ടുന്ന സമയമാണ്. ജാഗ്രത വേണം. അശ്രദ്ധ കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. മാത്രമല്ല ധനകാരകനായിട്ടുള്ള ഗുരു അത് വ്യയസ്ഥാനത്ത് നിൽക്കുന്ന സമയം കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവൊക്കെ ആ 12-ലൊക്കെ വരുന്നത് വിപരീത രാജയോഗമൊക്കെ ആണ്. അത് ഗുണം ചെയ്യും. മാത്രമല്ല നമുക്ക് ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ചിലപ്പോൾ ധനാഗമം ഉണ്ടാകുന്നതിനും ധനനേട്ടം ഉണ്ടാകുന്നതിനും അത് സാധ്യത കാണിക്കുന്നുണ്ട്.
അത് ചിലപ്പോൾ നമ്മുടെ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഗുണാനുഭവം ഉണ്ടാകാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഉന്നത പഠനം കൊണ്ടോ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ സേവനത്തിൻ്റെ ഒരു പാരിതോഷികം എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നേട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. 9 ഭാഗ്യസ്ഥാനത്ത് സൂര്യനും ശനിയൊക്കെ യോഗം ചെയ്യുകയും ആ ശനിക്കൊക്കെ മൗട്യാവസ്ഥയൊക്കെ വരുന്ന സമയമായതുകൊണ്ട്, പ്രത്യേകിച്ച് ശനി സൂര്യൻ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ മുതിർന്നവരുമായിട്ടുള്ള ഒരു ഇടപെടലിലൊക്കെ ഒരു കെയർ വേണം, സംസാരത്തിലൊക്കെ ശ്രദ്ധ വേണം. പിതാവ്, അതുപോലെ അധ്യാപകർ, അതുപോലെ ഗുരുക്കന്മാർ, ഇവരോടൊക്കെ നമ്മൾ കഴിവതും ഇൻ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു കരുതൽ, ഒരു ജാഗ്രതയൊക്കെ വേണം. അഗ്രസീവ് എനർജി ഉണ്ടാകാതെ നോക്കണം. പിതാവിനോടുള്ള ഉത്തരവാദിത്തം, കടപ്പാട് ഒക്കെ തന്നെ നമ്മൾ നിർവഹിച്ച് പോകേണ്ടുന്ന സമയമാണ്. രവിയും ശുക്രനുമായിട്ടുള്ള ബന്ധമൊക്കെ വരുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ നമുക്ക് ഈ വീട്, വാഹനം, അതുപോലെ തന്നെ രവി എന്ന് പറയുമ്പോൾ 2ാം ഭാവാധിപനാണ്, ശുക്രൻ 4ാം ഭാവാധിപനാണ്. അപ്പോൾ 2ഉം 4ഉം ഭാവാധിപന്മാരായിട്ടുള്ള യോഗമൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് വീട്, വാഹനം, വസ്തുക്കളൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുകൂലമായിട്ടുള്ളൊരു സമയമാണെന്ന് പറയാം. ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ദൂരയാത്രകൾ ഉണ്ടാകാം. ചാരിറ്റബിൾ പ്രവർത്തനങ്ങളിലൊക്കെ ചിലപ്പോൾ പങ്കാളിയാകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ 9ലൊക്കെ ശനിയും രവിയൊക്കെ യോഗം വരികയും ശനിക്കൊക്കെ മൗഢ്യം വരികയൊക്കെ ചെയ്യുന്ന സമയമായതുകൊണ്ട്, പ്രത്യേകിച്ച് നമുക്ക് ശനി 7ഉം 8ഉം ഭാവാധിപനും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഭാഗ്യ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകാൻ ശ്രദ്ധിക്കുക. ആ ഭാഗ്യ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഏത് കാര്യത്തിലും ചെറിയ ഒരു കാലതാമസം ചിലപ്പോൾ ഉണ്ടാക്കാം, ഒരു മെല്ലപ്പോക്കൊക്കെ ഉണ്ടാകാം എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അല്പം ടെൻഷൻ, അതുപോലെ ഉത്കണ്ഠയൊക്കെ ഈ സമയത്ത് ചില കാര്യങ്ങൾ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. 7ാം ഭാവാധിപനെ ശനിക്കൊക്കെ മൗട്യാവസ്ഥ വരികയാണ്. അപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഒരു കെയർ വേണം. മാരിറ്റൽ റിലേഷൻഷിപ്പിൽ, ബിസിനസ് റിലേഷൻഷിപ്പിൽ, പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധത്തിലൊക്കെ ഒരു കരുതൽ വേണ്ടുന്ന സമയമാണ്. നമ്മുടെ ഹിഡൻ അഫയേഴ്സ് അല്ലെങ്കിൽ ഹിഡൻ ഇഷ്യൂസൊക്കെ നമുക്ക് ചിലപ്പോൾ അത് വെളിച്ചത്ത് വരാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവയിലൊക്കെ നമുക്കൊരു ജാഗ്രത വേണം. കഴിവതും റിസ്കി ആയിട്ടുള്ള മുതൽ മുടക്കൊക്കെ ഈ സമയത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ധനവയമൊക്കെ കൂടാവുന്ന സമയമാണ്. അവിടെയൊക്കെ നമുക്കൊരു ജാഗ്രത വേണം. ഇപ്പോൾ ജോയിൻ്റ് അസറ്റുകളിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 8ാം ഭാവാധിപന് മൗഢ്യം വരുന്ന സമയവും കൂടിയാണ്. അതുപോലെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും വർക്കിലൊക്കെ ഒരു കെയർ വേണം. ദൂരയാത്രകളിൽ കെയർ വേണം. അതുപോലെ ശനിക്കൊക്കെ മൗഢ്യാവസ്ഥയിലായതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതുപോലെ നമുക്ക് ജീവിത പങ്കാളിയുടെ മാതാവുമായിട്ടോ പിതാവുമായിട്ടോ അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവയ്ക്കൊക്കെ താൽക്കാലികമായിട്ട് ഒരു റിലീഫ് ഉണ്ടാകാവുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ രവി, ശനി, ശുക്രനൊക്കെ 3ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അതൊക്കെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകും, നമുക്കൊരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും. എങ്കിലും കമ്മ്യൂണിക്കേഷൻ തലത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. സൂര്യനും ശനിയും ഒക്കെ ആ 3ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ ശത്രുഗ്രഹങ്ങളുടെ ദൃഷ്ടിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടെ ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഫ്രണ്ട്സ്, അതുപോലെ അയൽവക്കക്കാർ, അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലും ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.